വാപ്പ നിന്റെ തന്തേനാന്ന് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാള് വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം തൊപ്പിയും അഖിൽമാരാരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അഖിൽമാരാർ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അനീഷിനെ ഇപ്പോൾ തൊപ്പി സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ അനീഷിനോട് ഇഷ്ടം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അനീഷിൻ്റെയൊക്കെ ടീമിൻ്റെ PR-ൻ്റെ കയ്യിൽ നിന്നൊക്കെ കാശ് വാങ്ങിച്ചിട്ടായിരിക്കാം എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഇതിന് മുമ്പത്തുള്ള സീസണിൽ ജിൻഡോയുടെ PR-ൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ടായിരുന്നു ജിൻഡോനെ പ്രൊമോട്ട് ചെയ്ത് എന്നുള്ളൊരു കാര്യം ഈ ഒരു അഖിൽമാരാർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കേട്ടതും തൊപ്പി ഭയങ്കരമായിട്ട് ദേഷ്യമായി. കാരണം തൊപ്പി ഉണ്ടെങ്കിൽ ആരെയും കാശൊന്നും വാങ്ങിച്ചിട്ടല്ല, അനീഷിനോട് ഇഷ്ടമുണ്ട്. പിന്നെ ജിൻഡോയുടെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അച്ചായൻ, തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന അച്ചായന് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു ജിൻഡോ. അതുകൊണ്ടായിരുന്നു അന്ന് ജസ്റ്റ് പ്രൊമോട്ട് ചെയ്തത്, അല്ലാതെ ഇഷ്ടം കൊണ്ടൊന്നും അല്ലായിരുന്നു, പൈസയൊന്നും വാങ്ങിച്ചിട്ടല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അഖിൽമാരാറിനെ ലൈവിലിരുന്നുകൊണ്ട് എന്നെ ഫോൺ വിളിച്ചതിന് ശേഷം നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിന് തെളിവ് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് തൊപ്പി അഖിൽമാരാരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അഖിൽമാരാർ പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തെളിവിൻ്റെ കാര്യമൊന്നും ചോദിക്കുന്ന സമയത്ത് അഖിൽമാരാരുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാനൊക്കെയുള്ള ശ്രമമായിരുന്നു. പക്ഷേ തൊപ്പി ഉണ്ടാക്കി കണക്കിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പോർഷനാണ് നിങ്ങൾ ആദ്യമേ കണ്ടത്. കുറേയധികം നേരം അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും തൊപ്പി ഉണ്ടാക്കി അഖിൽമാരാറിന് കണക്കിന് കൊടുത്തു എന്നുള്ളതാണ്. ഇനി ഇതേ കണക്കുള്ളത് ഇല്ലാത്ത പറയരുത് എന്നും, അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളിങ്ങനെ ഉണ്ടാക്കി പറയുന്നത് തെളിവൊന്നും ഇല്ലയോ എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി തൊപ്പി ഉണ്ടാക്കി കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അഖിൽമാരാരെ ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് തൊപ്പിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു.